നമ്മുടെ കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് 60+ ആയിട്ടുള്ള പോപ്പുലേഷൻ. നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം 20% വരും ഈ 60+, 60 മുകളിൽ പ്രായമുള്ളവരുടെ സംഖ്യ. അപ്പൊ ഈ 60+ ഇവരെല്ലാവരും ഇപ്പൊ നമ്മൾ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനൊക്കെ, അതിലെ പാവങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനൊക്കെ കൊടുത്ത് ഇവരെ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുക. അങ്ങനെയല്ല. 60+ പോപ്പുലേഷൻ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് അമേരിക്കയിലൊക്കെയുള്ള ഏജിങ് സ്റ്റഡി സെന്റേഴ്സ് ഒക്കെ നടത്തിയ പഠനങ്ങളുടെ ഫലമായിട്ട് അവർ പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ 60 വയസ്സിലുള്ളവരെ 50-ലേക്ക് കൊണ്ടുവരാം, 70 ഉള്ളവരെ 60-ലേക്ക്, 80 ഉള്ളവരെ 70-ലേക്ക്, അങ്ങനെ പ്രായം കുറച്ചു കൊണ്ടുവരാൻ കഴിയും. എങ്ങനെ? അവരുടെ ആഹാര രീതിയിലൊക്കെ മാറ്റം വരുത്തുക. നമ്മളിപ്പോ കാണുന്ന പോലെ ആരും നോക്കാനും അന്വേഷിക്കാനും ഒന്നുമില്ല, എന്നാ പിന്നെ സ്വിഗ്ഗി വഴി, സൊമാറ്റോ വഴി പൈസ ഉണ്ടല്ലോ, റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, അതായത് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് എല്ലാ ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ട, പോഷകങ്ങൾ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിച്ച് ജീവിച്ചോട്ടെ. ആ തരത്തിലല്ല ചിന്തിക്കേണ്ടത്. പോഷക സമൃദ്ധമായ വളരെ കുറച്ച് അവരുടെ ആവശ്യത്തിന് മാത്രം ആഹാരം കഴിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, അതിനവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതിലേക്ക് അവരെ കൊണ്ടുവരിക. അവർക്ക് വേണ്ട, അതായത് അവർ തന്നെ തീരുമാനിക്കണം അവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ, അവർക്ക് കൊടുക്കേണ്ട ചിന്തകൾ എങ്ങനെയാണ്. നിങ്ങൾ വെറുതെ ഇരുന്ന്, അതായത് പിന്നെ ഞങ്ങൾ പ്രായമായി പോയി എന്നും പറഞ്ഞ് 60 വയസ്സ് മുതൽ ചുമ്മാ കുത്തിയിരിക്കുകയല്ല വേണ്ടത്. പറ്റുന്ന കാര്യങ്ങൾ, അവനവന്റെ പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക, വീട്ടിലെ കാര്യങ്ങൾ തനിയെ ചെയ്യുക, എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ. അങ്ങനെ ആഹാരത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മുടെ അതായത് ഞാൻ ഒരു ഉദാഹരണം ഓർക്കുകയാണ്. എൻ്റെ മൂത്ത മകൻ, അവർ അമേരിക്കയിലാണ്. അപ്പൊ അവന്റെ ആ മൂത്ത കുട്ടി ഉണ്ടായപ്പോൾ എൻ്റെ മരുമകള് ഡോക്ടറോട് ചോദിച്ചു, പീഡിയാട്രീഷ്യനോട് ചോദിച്ചു, എന്ത് ഫുഡാണ് എൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ടത് എന്ന്. അങ്ങനെ അത് കുറച്ച് പ്രീമച്യൂർ ആയിരുന്നു കൊച്ച്. അപ്പൊ പറഞ്ഞു, ഗോ ടു യുവർ ഗ്രാൻഡ് മദേഴ്സ് കിച്ചൺ. നീ നിന്റെ വല്യമ്മയുടെ കിച്ചണിലേക്ക് പോകാൻ കുഞ്ഞിനെയും കൊണ്ട്. അതായത് നമ്മുടെ വല്യമ്മമാര് പുട്ട്, കടല, നമുക്കറിയാം, പുട്ട്, പഴം, അപ്പം, കറി, ഈ തരത്തിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫുഡ്, അതൊക്കെ അന്നന്ന് ഉണ്ടാക്കുന്ന ഫുഡ്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്. അതാണ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഗ്രാൻഡ് മദർ, നമ്മുടെ പേരൻസ് നമ്മളെ ഒക്കെ കഴിപ്പിച്ചിരുന്നത്. അതിന്റെ ആരോഗ്യവും അതിന്റെ ബുദ്ധിയും ഒക്കെയാണ് നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ആ ഡോക്ടറെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെ വളർത്തുന്ന ആ മക്കളെ ഞാൻ കാണുന്നുണ്ട്. അവർ നല്ല മിടുക്കരായിട്ടിരിക്കുകയാണ്. 2 ആൺകുട്ടികൾ, എൻ്റെ മകന്റെ 2 ആൺകുട്ടികൾ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, അതുപോലെ നമുക്ക്, അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നിരിക്കുന്നവര് അവനവന്റെ അധികാര പരിധിയിലുള്ളവർക്ക് എക്സർസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതായത് സ്റ്റേഡിയം ഉണ്ടെങ്കിൽ ആ സ്റ്റേഡിയത്തിലേക്ക് പ്രായമായവർക്ക് വന്ന്, മലപ്പുറം ജില്ലയിലൊക്കെ അങ്ങനെ എക്സർസൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് എക്സർസൈസ് ചെയ്യാന്, ഒന്ന് കൂടിയിരുന്ന് സംസാരിക്കാന്, അതൊക്കെ ഇടവേളകളിൽ എപ്പോഴും കൂടിയിരുന്ന് സംസാരിക്കുക, അങ്ങനെ എന്തൊക്കെ നമ്മുടെ സമൂഹത്തെ ഒരു സെൽഫ് സഫിഷ്യന്റ് ആക്കി മാറ്റാൻ. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ പൂർണ്ണ സെൽഫ് സഫിഷ്യൻസി പറ്റത്തില്ല. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ആകുന്നത്ര കാര്യങ്ങളില് സ്വയം പര്യാപ്തമാകാൻ തക്ക പരുവത്തില് നാം ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ 60+ പോപ്പുലേഷന്റെ ഒരു ബേർഡൻ ആകാതെ, കേരളത്തിലെ അവരൊരു ബേർഡൻ ആർക്കും പറ്റും. ഇവിടെ ലോഞ്ചിവിറ്റിയും കൂടുതലാണ് കേരളത്തില്. സ്ത്രീകൾക്ക് 78 വയസ്സും പുരുഷന്മാർക്ക് 74 വയസ്സുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് കുറഞ്ഞ പ്രായവും സ്ത്രീകൾക്ക് കൂടിയ പ്രായവും ജീവിച്ചിരിക്കുന്നത്? കാരണം സ്ത്രീകള് കൂടുതൽ എപ്പോഴും തന്നെ ഏത് പ്രായത്തിലും അവരുടെ ഗാർഹിക എന്താണ് പറയുക, ഉത്തരവാദിത്തങ്ങളിൽ പെട്ട് അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അധ്വാനിക്കുന്നതുകൊണ്ട് അവർക്ക് ദീർഘായുസ് കൂടുന്നു. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കണം. അത് തന്നെ ഒരു വലിയ ലെസണാണ്. എങ്ങനെ നമ്മുടെ ദീർഘായുസ് വർദ്ധിപ്പിക്കാം, എങ്ങനെ ആരോഗ്യപരമായിട്ട് വർദ്ധിപ്പിക്കാം. വെറുതെ വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കത്തക്ക രീതിയിൽ ഈ 60+ പോപ്പുലേഷനെ എങ്ങനെ, അതിന് ഒരു ഉയർന്ന ഊന്നൽ നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻപോട്ട് പോകണം. കാരണം അത് നമ്മുടെ കേരളത്തിലെ ഓൾ ഇന്ത്യ തലത്തിലെ 8% ഉള്ളൂ 60+ പോപ്പുലേഷൻ.
പക്ഷെ കേരളത്തിൽ അത് 18% 60+ പോപ്പുലേഷൻ. അത് അടുത്ത സെൻസസ് വരുമ്പോൾ, ഇത് 2011 സെൻസസ് അനുസരിച്ചുള്ള കണക്കായി ഈ പറയുന്നത്. 2021 സെൻസസ് നടന്നില്ല. ഇനി 2028 അല്ലെങ്കിൽ 31 സെൻസസ് നടക്കുമ്പോഴേക്കും ഈ പെർസെൻറ്റേജ് ഒരുപാട് കൂടിയെന്ന് വരാം. പക്ഷെ എന്തായാലും അവരെ അവെയർ ആക്കണം. നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യകരമായ ജീവിതം സാധ്യമാണ്, കൂടുതൽ കാലം ജീവിച്ചിരിക്കാനും സാധ്യമാണ്. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി കോഓപ്പറേറ്റീവ് ആകണം ഇത്തരം കാര്യങ്ങളിൽ. അതായത് സ്വന്തം ആരോഗ്യം നിലനിർത്തുന്ന കാര്യത്തില്, കഴിക്കുന്ന ആഹാരം എന്തായിരിക്കണം എന്ന കാര്യത്തില് ഒക്കെ കുറച്ചും കൂടി കണിശം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സുഖപ്രദമായി കൂടുതൽ കാലം ജീവിക്കാമെന്ന ഒരു ലെസൺ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം. പിന്നെ നമുക്കിവിടെ വളരെ പ്രധാനമായ മറ്റൊരു ഇഷ്യൂ, അതായത് പരിസ്ഥിതിയെ പറ്റി പറഞ്ഞു എങ്കിൽ പോലും ഖരമാലിന്യ നിർമ്മാർജ്ജനം അതിവിടെ വലിയൊരു ഇഷ്യൂ ആണ് കേരളത്തില്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതാണ്. ടൂറിസ്റ്റുകൾ തന്നെ മടങ്ങി തിരിച്ചു പോകരുത്, മടിച്ചു തിരിച്ചു പോകരുത്. അങ്ങനെ ഖരമാലിന്യ നിർമ്മാർജ്ജനം വളരെ ഹൈ പ്രയോറിറ്റിയോട് കൂടി തന്നെ നടത്തേണ്ടതാണ്. അപ്പൊ അതിനും വലിയ പ്രയോറിറ്റി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കണം. അങ്ങനെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആരംഭം മുതലേ, അതായത് ഒരു കൈമേയ് കോർത്ത് മുന്നോട്ട് പോകും എന്ന തരത്തില് തീരുമാനങ്ങൾ എടുത്ത് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഐഡിയാസ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന്, ആരുടെയെങ്കിലും ഒരാളുടെ മാത്രം ഐഡിയ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാതെ എല്ലാവരും കൂടി ഇരുന്ന് വളരെ നല്ല നല്ല ഐഡിയാസ് വരും. കാരണമല്ല, നമ്മുടെ പത്രങ്ങളും ഒക്കെ അങ്ങനെ കാണിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, കിൻഡർ ഗാർട്ടൻ പോലും ഒരുപാട് മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കിൻഡർ ഗാർട്ടൻ പോലും, കുഞ്ഞു കുട്ടികളെ നോക്കുന്ന കിൻഡർ ഗാർട്ടൻ പോലും. അപ്പൊ ആ കിൻഡർ ഗാർട്ടൻ തൊട്ട് മുകളിൽ വരെയുള്ള എല്ലാ മാറ്റങ്ങളും എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് വേണം നടപ്പാക്കാൻ. അങ്ങനെ നടപ്പാക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകട്ടെ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ 21 വയസ്സുള്ള ദിയ പുളിക്കക്കണ്ടം, അവരെ പോലെയുള്ള അവരൊക്കെ നല്ല അതായത് ആ കുട്ടി നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടിയായിട്ടാണ് കണ്ടത്. അങ്ങനെയുള്ള ദിയ പുളിക്കക്കണ്ടം പോലെയുള്ളവരെ 21 വയസ്സല്ലേ ഉള്ളൂ എന്നുള്ളതും അവരൊക്കെ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ കാണും. ആ ആശയങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ഇപ്പൊ എന്താ പറയുക, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എടുക്കുന്ന തീരുമാനം ബാക്കി എല്ലാവർക്കും അത് കൊള്ളാവുന്ന തീരുമാനം എന്ന് തോന്നുന്നെങ്കിൽ എല്ലായിടത്തും അത് അംഗീകരിക്കാവുന്നതാണ്. അങ്ങനെ ഒരു തോളോട് തോൾ ചേർന്ന്, അതായത് ഇപ്പൊ UDF-ന്റേത് LDF-ന്റേത് എന്നോ അല്ലെങ്കിൽ BJP-യുടേത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ സംസ്ഥാനമാണ്, ഇത് നമ്മുടെ ജനതയാണ്, ഇത് നമ്മുടെ ഭരണമാണ് എന്ന് വിചാരിച്ച് എല്ലാവരും ഒത്തുചേർന്ന് നിന്ന് ഒരു തല കൊണ്ട് ചിന്തിക്കുന്നത് പോലെ എല്ലാ തലങ്ങളും ഒത്തുചേർന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം. അപ്പോ അതിനകത്ത് അതായത് അടുത്ത 5 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കേരളത്തിന്റെ ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവയ്ക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാധ്യതകൾ, അവ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ വളർത്തിയെടുത്തത്, അവയുടെ ഖരമാലിന്യ നിർമ്മാർജ്ജനം വളരെ നന്നായി നടത്തുന്നത്, അവരുടെ പരിസ്ഥിതി മലിനീകരണം ഇല്ലാതെയാക്കുന്നത്, അവരുടെ COP30 വഴി പറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ അന്തരീക്ഷ ഊഷ്മാവ് കുറച്ചു കൊണ്ടുവരുന്നത്, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ശക്തി പ്രാപിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമാറാകട്ടെ.